നമ്മളെ ഇന്നൊരു ചെറിയൊരു റെസിപ്പി വീഡിയോ കേട്ടോ. നല്ല അടിപൊളി ബാംഗ്ലൂർ സ്റ്റൈലിൽ ദൊന്നെ ബിരിയാണി. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരും കഴിച്ചവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മാരിനേഷൻ ആണ്. കുറച്ച് തൈര് എടുക്കുക. നിങ്ങൾക്ക് എങ്ങനത്തെ തൈര് വേണമെങ്കിൽ എടുക്കുക. യോഗട്ട് വേണമെങ്കിൽ യോഗട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഞാനൊരു 1/2 kg ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്യുക. മിനിമം 30 മിനിറ്റ്സ്, മാക്സിമം നിങ്ങൾക്ക് 1 hourന് മേലെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും മസാല പിടിക്കും. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, നന്നായിട്ട് മസാല പിടിക്കും. പിന്നെ ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ക്ലിയർ ഓയിൽ യൂസ് ചെയ്യാം. കുറച്ച് ബട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗീ. ഇതാണ് ഞാൻ യൂസ് ചെയ്തത്, ഗീ ആണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ ഈ കാണിക്കുന്ന 8 സ്പൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ സ്പൈസസ് ഉണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതെന്താണെന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയിലൊന്ന് സോട്ട് ചെയ്യണം. അതിൻ്റെ ഫ്ലേവർ മുഴുവൻ ആ എണ്ണയിൽ ഇറങ്ങുക. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യും, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നുണ്ട്, വേണമെങ്കിൽ ചതച്ചിടാം, എങ്ങനെ വേണമെങ്കിൽ ഇടാം, കുഴപ്പമില്ല. പിന്നെ ഞാനൊരു 3 മീഡിയം സൈസ് സവോളയാണ്, ഒരു മീഡിയം സൈസ് തിന്നായിട്ട് കട്ട് ചെയ്ത്. പിന്നെ പച്ചമുളക്, അത് നിങ്ങൾക്ക് എരിവ് പോലെ ഇടാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആവശ്യത്തിന് ഇടാം. പിന്നെ മല്ലിയില, പുതിനയില, അത് അത്യാവശ്യം ഒരു കൈക്കുള്ളിൽ കൊള്ളുന്ന അത്രയും അളവ് തന്നെ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കണം. അതിനുശേഷം നമ്മൾ മിക്സിയിലോട്ട് ഒരു ബ്ലെൻഡറിലോട്ട് മാറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, സോ മൂവിങ് ടു സ്റ്റേജ് 3. വീണ്ടും ഇത്രയും സ്പൈസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതൊരു പാനിലോട്ട് ഇടുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ചിക്കൻ ഇതിട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതിൽ വെള്ളം ഇറക്കും. അപ്പോൾ എൻ്റെ അളവ് എങ്ങനെ വെച്ചാൽ, ഇഫ് ഐ ടേക്ക് 1 glass of rice into 2, ലൈക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം കുറയും, കാരണം ഇത് ബോയിൽ ആകുമ്പോൾ നമുക്ക് അതിനുശേഷം അഡ്ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, ചിക്കൻ ഒരു 75% കുക്ക് ആകുമ്പോൾ അതിൻ്റെ അടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഈ വെള്ളം കളയരുത്, വെള്ളത്തിനെ കൊണ്ട് വലിയൊരു ഉപയോഗം നമുക്ക് പിന്നീട് വരും. അപ്പോൾ ഇത് രണ്ടും മാറ്റി വെക്കുക. ആ മാറ്റിയ ശേഷം ഇത് ഈ വെള്ളം ഇതുപോലെ ക്ലിയർ ആയിട്ടിരിക്കും. അതിൻ്റെ ആ സ്പൈസ് ഒന്നും കളയണ്ടാതെ അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് ബിരിയാണി പാൻ എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ബിരിയാണി പാനിൽ തന്നെ നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ മസാലയിൽ നിൽക്കും. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടി ഗുമ്മ് കിട്ടാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. പിന്നെ അഗെയിൻ അതിൽ വെളിച്ചെണ്ണ, അതിൽ അഗെയിൻ നെയ്യ്, പിന്നെ ഈ സ്പൈസസ് ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാട്ടോ, എന്തൊക്കെ സ്പൈസാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മിക്കവാറും മനസ്സിലാവും. പിന്നെ നമ്മുടെ അരപ്പിലേക്ക് ഇടുക. ഈ സാധനം ഇട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോണ്ടല്ലോ ഒരു അടിപൊളി മണം വരും കേട്ടോ, ഒരു രക്ഷ ഉണ്ടാവില്ല. നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. നിങ്ങൾ അരപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പും എരിവൊക്കെ മനസ്സിലാവും. നല്ല രസമൊക്കെ കിട്ടും, ഒരു ചമ്മന്തിൻ്റെ ഫീലൊക്കെ കിട്ടും. അതൊന്ന് 2 to 3 minutes ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് ചിക്കൻ ഇടാൻ നന്നായി മിക്സ് ചെയ്യുക. ഗ്രീൻ കോട്ട് കംപ്ലീറ്റ് ആയിട്ട് ചിക്കൻ്റെ മേലെ വരണം. അതിനുശേഷം റൈസ്, ഞാൻ ഇവിടെ ജീരകശാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, റോസ് കൈമ. അത് ഒരു 30 minutes ഞാൻ സോക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി യൂസ് ചെയ്ത്, നോ പ്രോബ്ലം, അബ്സല്യൂട്ട്ലി ഫൈൻ. എനിക്ക് ബസ്മതിയെ കാട്ടി കുഞ്ഞരിയായിട്ട് ഇഷ്ടം, സോ ഐ എം യൂസിങ് ദിസ് വൺ. ആൻഡ് അതും ഒരു 3 to 4 minutes ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. സോ ആ റൈസിലൊക്കെ ആ കോട്ടിങ് നന്നായിട്ട് കിട്ടും. എന്നിട്ട് ദെൻ കംസ് ടു ദിസ് പോയിന്റ് വെയർ വി ആഡ് ദ ചിക്കൻ കുക്ക്ഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം യൂസ് ചെയ്യുക, ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ് ചെക്ക് ചെയ്യണം, പിന്നെ നാരങ്ങ നീര് യൂസ് ചെയ്യുക. അതിനുശേഷം കസ്തൂരി മേത്തി, ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഈ കസ്തൂരി മേത്തി നമ്മൾ എപ്പോഴും അടിച്ചാൽ റൈസ് ഒരു 50% കുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ആഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അടച്ച് വെച്ച് ദമ്മിന്ന് പോലെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. സംഭവം റെഡി ആട്ടോ. ട്രൈ ചെയ്ത് നോക്കിയവർ എന്തായാലും ഫോട്ടോ അയക്കണം, മറക്കരുത്. അതാണ് എൻ്റെ ഹാപ്പിനെസ്. ഇനി നിങ്ങൾക്ക് ദൊന്നെ ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുണ്ട്, കുക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ, എറണാകുളത്താണെങ്കിൽ നല്ല അടിപൊളി ദൊന്നെ ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കടവന്ത്രയിലുള്ള ബിരിയാണി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡേ, Monday to Sunday വരയ്ക്ക് നിങ്ങൾക്ക് ദൊന്നെ ബിരിയാണി കിട്ടും. ഡു ട്രൈ ഇറ്റ് ഔട്ട്.